നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ രേവതി സച്ചി വർഷ അവർക്ക് വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ റിസപ്ഷനിൽ വന്ന് അവര് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും പിന്നെ അവർക്ക് റൂമും കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടി. നേരത്തെ ബുക്ക് ചെയ്തായിരുന്നല്ലോ. അങ്ങനെ റൂം പോയി അവരെ കൊണ്ട് മുറിയൊക്കെ കാണിച്ചു കൊടുക്കണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണ സാറേന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് റൂമിലേക്ക് കയറി പോകുന്ന സമയത്താണ് കിരണിന്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പം കിരണും കൂട്ടരുമായിട്ട് സച്ചി വരുന്ന വഴിക്ക് ഒരു ഉടക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവൻ കണ്ടു രേവതി സച്ചി ആ റൂമിലേക്ക് കയറി പോകുന്നേ. പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്തു, നേരെ കിരണിന്റെ കൂട്ടരുടെ അടുത്തേക്ക് നിന്നു. എന്നിട്ട് പറഞ്ഞതേ അവനും അവളും കൂടെ ഇവിടെ വന്ന് മുറി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മുറി എടുത്തിട്ടുണ്ടെന്നോ? അതെ, നമ്മളെ തല്ലേവനില്ലേ അവനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അവനെ വെറുതെ വിടാൻ പാടില്ല, അവനെ എനിക്ക് കിട്ടണം, അവനെ എനിക്ക് വെട്ടിയരിഞ്ഞ് അവനെ കൊക്കെ കൊണ്ട് തള്ളിയിട്ട് അവളെ കൂടെ നമുക്ക് പോണം, ഒരു ദിവസം എനിക്ക് അവളെ കിട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരണിന്റെ ഒരു കൂട്ടാളി പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നില്ല, അവനെ കണ്ടിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും പിന്മാറുന്നവനാന്ന് തോന്നില്ല, എത്ര വലിയ കൊമ്പനാളും ശരി എനിക്ക് അവനെ വേണം. ഈ കിരണിന്റെ അടുത്ത അവന്റെ കളി, കിരൺ ആരെ എന്താണെന്നും അവന് ശരിക്കും അറിയത്തില്ല എന്നൊക്കെ അവനിങ്ങനെ പറയണം. ഈ സമയം രേവതി സച്ചി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. രേവതി വന്ന് കുളിച്ച് ഫ്രഷ് ആവുകയാണ്. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോഴത്തേനും സച്ചി പറഞ്ഞതേ കഴിക്കാനായിട്ട് ഫുഡ് വേണ്ടെന്ന് ചോദിച്ചു. ഫുഡ് വേണം, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അതെ, പുറത്തു പോയി കഴിക്കണോ ഓർഡർ ചെയ്യണോ? അതെ, ഓർഡർ ചെയ്താൽ മതി, ഇവിടെ ഇരുന്ന് കഴിക്കാൻ സച്ചി ഏട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് സംസാരിച്ചിരിക്കുകയാണ്. കാരണം രേവതിയുടെ സച്ചിയുടെയും ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു യാത്ര. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള എല്ലാ റൊമാൻസും കാര്യങ്ങളും രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും അങ്ങനെ ശരിക്കും പറഞ്ഞൊരു പ്രണയിക്കാനായിട്ട് അങ്ങനെ ഒരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ ശരി എല്ലാവരും കൂടെ ഉണ്ടല്ലോ, പക്ഷെ ഇവിടെ വന്ന് അവർക്ക് അവരുടേതായ ഒരു ലോകമായിരുന്നു. അപ്പൊ അതിന്റെ സന്തോഷം എല്ലാം രേവതിക്ക് സച്ചിക്കും ഉണ്ടായിരുന്നു താനും. ആ സമയം സുധി വിളിച്ച് ടാക്സി ഒക്കെ ബുക്ക് ചെയ്തു. രാവിലെ വാഗമണ്ണിന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. ശ്രുതിയാണെങ്കിൽ ഡ്രസ്സൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെക്കുവാണ്. കുറച്ച് കഴിഞ്ഞിപ്പം മീരയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെ, നാളെ ഞങ്ങൾ വാഗമണ്ണിൽ ട്രിപ്പ് പോവുക. ട്രിപ്പോ? അതേന്നേ, രേവതി സച്ചിയും മൂന്നാർ പോയേക്കല്ലേ, അപ്പൊ ഞങ്ങൾ വാഗമൺ പോകാൻ തീരുമാനിച്ചു. അല്ല, നാളെ വാഗമണ് പോകാനായിട്ട് നിന്റെ അമ്മായിമ്മ സമ്മതിക്കോ? പിന്നെ അല്ലാതെ, അവര് സമ്മതിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സമയത്ത് ഈ അടുക്കള കിടന്ന് ജോലി ചെയ്യാൻ എന്നെ പറ്റത്തില്ല. രേവതി വരുന്നോടം വരെ എന്താണെങ്കിലും ഈ അടുക്കള കിടന്ന് ഞാൻ പണിയേണ്ട വരും. രാവിലെ പോകുമ്പോഴാണെങ്കിലും ശരി അടുക്കള കയറേണ്ട വരും. പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ നോക്കിയിട്ട് എസ്കേപ്പ് ആവാൻ പറ്റിയ സമയം ഇതാന്ന് പറഞ്ഞു. ശ്രുതിക്ക് അടുക്കള കിടന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, മടിയാണ് താനും. രേവതി ഉണ്ടായിരുന്നപ്പോൾ കൈ കഴുകി ചെന്നിരുന്നാൽ മതി, എല്ലാം നേരത്തെ കിട്ടും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ചന്ദ്രമതി ആണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയെ വിളിച്ചോണ്ടിരിക്കും. മോളെ അത് വന്ന് ചെയ്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. താൻ പെട്ടുപോകുന്ന ശ്രുതിക്ക് നന്നായിട്ട് അറിയായിരുന്നു. വർഷയ്ക്ക് പിന്നെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വർഷ മാറി നിൽക്കും. പക്ഷെ ശ്രുതിയുടെ അവസ്ഥ അതല്ല. അങ്ങനെ അതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി ചോദിച്ചു, അല്ല അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലല്ലോ, പറയണ്ടേന്ന് ചോദിച്ചു. പറയാം. അങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, ചന്ദ്രമതിയുടെയും രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ എന്നിട്ട് ശ്രുതി പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, എന്താ പറയാനുള്ളേ? അതെ, നാളെ ഞങ്ങൾ വാഗമണ് ടൂറ് പോകാൻ തീരുമാനിച്ചു. വാഗമണോ? ചന്ദ്രമതിയുടെ കണ്ണൊക്കെ പെട്ടെന്ന് വിഴിഞ്ഞു വന്നു. നീ എന്താടാ ശ്രുതി പറയുന്നേ? ടൂറ് പോകാൻ പറ്റിയ സമയമാണോ അത്? ശ്രുതി ചോദിച്ചു, അതെന്താ ഇപ്പൊ ടൂറ് പോയാല്? 2-3 ദിവസത്തെ പാക്കേജാ, അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ വരത്തുള്ളൂ. ടാക്സി ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താടാ ശ്രുതി ഒന്നും അറിയത്തില്ലാത്ത മട്ടി സംസാരിക്കണേ? അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അല്ല ടൂറ് പോകണമെന്നാരാ ശ്രുതി പറഞ്ഞാ നിന്നോട്? അത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സമ്മതമാ. ശ്രുതി പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് വരാമേ, ഇപ്പോഴാണ് അതിനൊരു സമയം വന്നത്, അപ്പൊ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, റൂം വരെ ബുക്ക് ചെയ്യുന്നപ്പോഴേക്കും ശ്രുതി പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, പോകാനൊന്നും പറ്റില്ല, നിങ്ങൾ എന്ത് വർത്താനാ പറയണേ? ശ്രുതിയുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര ദിവസമായി? ബലിയിടിയിൽ പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പാണോ ടൂറ് പോകുന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. ശ്രുതിയുടെ ഫ്യൂസ് പോയതുപോലെ ആയിപ്പോയി. കാരണം തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയോന്നൊരു ചിന്ത. ഈ സമയത്ത് അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസം ആകുന്നതിന് മുമ്പ് ആരും അങ്ങനെ സങ്കടമുള്ളവരൊക്കെ ആണെങ്കിൽ ടൂറ് പോകത്തില്ലോ, വിഷമിച്ചിരിക്കത്തല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അത് എടാ നിനക്കോ ബോധമില്ല. പിന്നീട് ശ്രുതിയുടെ അടുത്ത് എന്നിട്ട്, മോളെ നിനക്ക് അങ്ങനെയും ബോധമല്ല ഉള്ളതല്ലേ? നിന്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും ടൂറ് പോകാൻ പോകുകയാണോ? അതൊന്നും നടക്കുന്ന കാര്യമില്ല. ബലിയിടലും കാര്യങ്ങളൊക്കെ ബാക്കിയും കൂടെ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ അതിന്റെ ദോഷം അതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്നേ. അതുകൊണ്ട് ഇപ്പൊ ടൂറൊന്നും പോകണ്ട.
ശ്രുതി പെട്ടുപോയി. ആശിച്ചു മോഹിച്ചിരുന്നാണ്. ശ്രുതി പറഞ്ഞ അമ്മേ ടാക്സി വരെ ബുക്ക് ചെയ്തു. അതെ ടാക്സിക്കാരനോട് വിളിച്ചേ വരണ്ടാന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ കേട്ടല്ലോ. ടൂറ് പോന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു, എന്നാലും ഇതെന്താ ഈ പിള്ളേർക്ക് ഇത്ര മാത്രം ബോധമൊന്നും ഇല്ലേ? ഒരുമാതിരി കുഞ്ഞു പിള്ളേരെ പോലെ. രവീന്ദ്രൻ പറഞ്ഞു, ശ്രുതിക്ക് ബോധമില്ല, പക്ഷെ ശ്രുതി എങ്കിലും കാണണ്ടേ അത്. ശ്രുതിക്ക് അതിൻ്റെതായ വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ മരിച്ചതിൻ്റെ സങ്കടമൊന്നും ശ്രുതിയുടെ മുഖത്ത് ഇതിലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അന്നൊരു ദിവസം മാത്രം ഒരു കരച്ചിലുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചന്ദ്രമതിക്ക് അപ്പോൾ സംശയമായി. ചന്ദ്രമതി പറഞ്ഞു, ഓ എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു നമ്മുടെ മുന്നിൽ ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കും, സങ്കടമില്ലെന്നൊക്കെ. ചിലപ്പോൾ സങ്കടം കാണുമായിരിക്കും രവിയേട്ടാ, തനിച്ചിരുന്ന് കരയുന്നുണ്ടായിരിക്കും. എത്രയാന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനല്ലേ, വിഷമമില്ലാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞു. മുറിയിലേക്ക് ഈ സമയം വന്നിട്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ്. ശ്രുതിക്ക് പറയാൻ മേലായിരുന്നോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെയാ ശ്രുതി നിർബന്ധിക്കുന്നത്? നിന്റെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ അച്ഛനും അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അപ്പം ഈ സമയത്ത് അതെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കുവാണെങ്കിൽ എൻ്റെ മനസ്സിലെ വിഷമം കുറയുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഇങ്ങനെയായി. ശ്രുതി പറഞ്ഞു, കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് നമുക്ക് പോക്ക് മാറ്റി വെക്കാം. അല്ലെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പോയിട്ടുണ്ട്, അത് ശരിയാവുമോ? ശ്രുതിക്കാണെങ്കിൽ കട്ടക്കലിപ്പായി. ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടെന്നൊരവസ്ഥ. താൻ തന്നെയാണ് തൻ്റെ അച്ഛൻ മരിച്ചു പോയ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് തനിക്ക് തന്നെ കുരിശാവുന്നുള്ള കാര്യം ഓർത്തില്ല. ആ സമയം രേവതി സച്ചി നല്ല റൊമാൻറ്റിക് മൂഡിലായിരുന്നു. അങ്ങനെ രേവതി സച്ചി കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വീഴുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം റൊമാൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ മുറിയിൽ നിന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും പാട്ടും കൂത്തുമൊക്കെയാ. അവന്മാർക്കറിയാം ഇപ്പുറത്തെ മുറി രേവതി സച്ചിയൊക്കെ ഉണ്ടെന്ന്. അവരങ്ങനെ സന്തോഷത്തോടെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിക്കാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അപ്പുറത്തെ മുറിയിൽ അലമ്പ് ടീമാന്ന് തോന്നേ. രേവതി പറഞ്ഞു, ആരെങ്കിലും ആയിക്കോട്ടെ സച്ചേട്ടാ. സച്ചി പറഞ്ഞു, എന്നാലും മനുഷ്യന് ഇപ്പുറത്തെ മുറിയിൽ ഒരു സ്വസ്ഥതയുടെ സമാധാനത്തോടെ കിടക്കാൻ പോലും പറ്റില്ലോ. ഈ മരി ഇതെന്താ കാണിക്കുന്നേ? സച്ചേട്ടാ വേണ്ട, ഇനി പ്രശ്നത്തിന് പോകണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. വരുന്ന വഴിക്ക് ആ ചെറുക്കന്മാരുമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു. ആമാരൊക്കെ എത്രക്കാരാന്ന് പോലും അറിയില്ല. ചിലപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ അല്ലേ, അവർ ചിലപ്പം വല്ല മദ്യപിച്ചിട്ട് ലക്കേട്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അവരോട് മുട്ടാൻ പോയിട്ടുണ്ടെങ്കിലോ? സച്ചി പറഞ്ഞു, പിന്നെ അതിനേക്കാളും അപ്പുറം ഞാൻ കണ്ടിട്ടുണ്ട് സച്ചിയുടെ അടുത്ത് അവന്മാരുടെ കളി. ഇനി വരട്ടെ ഇങ്ങോട്ടേക്ക്. എനിക്കെന്നാലും പേടിയുണ്ട് സച്ചേട്ടാ. ഇനി അവന്മാരെ തല്ലിയതുകൊണ്ട് അവന്മാർ പ്രതികാരം വീട്ടാൻ വരുമോന്ന്. പ്രതികാരം ചെയ്യാനോ? നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്. എങ്കിൽ പിന്നെ എനിക്ക് പേടിയില്ല. അവന്മാരല്ല, അതിൻ്റെ അപ്പുറത്തേക്കോ അവന്മാരും വന്നാൽ പോലും എനിക്ക് പേടിയില്ല. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ല നിന്റെ കൂടെ എന്ന് പറഞ്ഞ് രേവതിയെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും വീണ്ടും അപ്പുറത്തുനിന്ന് ഒച്ചപ്പാടും വേളം കേൾക്കുവാണ്. സച്ചിക്കാണ് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സ്വസ്ഥതയുടെ സമാധാനത്തോടെ ഒന്നും കിടക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് സച്ചി ചാടി എഴുന്നേറ്റു. ഇന്ന് അവന്മാർ രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ, ഇപ്പുറത്തെ മുറി സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ രേവതി കയ്യിലേക്ക് പിടിച്ചു. വേണ്ട സച്ചേട്ടാ, വേണ്ട, ചോദിക്കാനൊന്നും പോകണ്ട. എന്ത് വെള്ളം കാണിച്ചോട്ടെ. ഒന്നാമത്തെ കാര്യം നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം, ഇവിടെ ഒന്നും നമ്മളിനി പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഒരു വ്യക്തി സച്ചിനെ അടക്കി പിടിക്കുകയാണ്. രേവതിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ അപ്പുറത്ത് അവന്മാർ രണ്ടും കൽപ്പിച്ചിട്ടാണ്. കാരണം എങ്ങനെയെങ്കിലും ഇവരെ ഡിസ്റ്റർബ് ചെയ്യുക, അങ്ങനെ സച്ചിയെ പുറത്തെത്തിക്കഴിയുമ്പോൾ സച്ചിക്കിട്ട് പണി കൊടുക്കുക, അതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും അവരെന്തൊക്കെ പ്ലാൻ ചെയ്താലൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.